ഗെയിം അച്ഛന്മാരെ ഫയലിൽ നമ്മുടെ ഗെയിമിലേക്ക് ഫ്ലൈയിങ് ബൈക്കും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫ്ലൈയിങ് ബൈക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഓടിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഫ്ലൈയിങ് ബൈക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത്, ഇതിൻ്റെ ഷിപ്പ് കോഡും കാര്യങ്ങളും പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് GTA 5 അത് പുതിയൊരു സിറ്റി കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സിറ്റി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് ബഗ്ഗി കാർ കാര്യങ്ങൾ കുറേ പേർക്ക് കിട്ടുന്നില്ലെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ തന്നെ ഞാൻ ബഗ്ഗി കാറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നും കൊടുത്ത് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ മച്ചന്മാർ ആദ്യം തന്നെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ ഫ്ലൈയിങ് ബൈക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഞാനിവിടെ ഫ്ലൈയിങ് ബൈക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടേക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നിങ്ങളുടെ ഗെയിമിലേക്ക് കിട്ടുന്നതും ഇതിൻ്റെ ചീപ്പ് കോഡും കാര്യങ്ങളും എന്താണെന്ന് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. എന്നാൽ ഈ ഒരു ഫ്ലൈയിങ് ബൈക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞു തരുന്നതാണ്. ആദ്യം തന്നെ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്ത് കയറുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡും കാര്യങ്ങളൊക്കെ ആവുന്നതായിരിക്കും. അപ്പോൾ എനിക്കിവിടെ ഡൗൺലോഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓൾറെഡി ആയതുകൊണ്ടാണ് അങ്ങനെ അപ്പോൾ അങ്ങനെ ചോദിച്ചത്. അപ്പോൾ എന്തായാലും ഞാൻ ഡൗൺലോഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ ഗെയിമിലേക്ക് കയറാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്ക് അടിച്ച് നമ്മുടെ ഗെയിമിലേക്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഗെയിമിലേക്ക് കയറുവാണ് ഞാനിവിടെ. അപ്പോൾ ഗെയിമിൽ കയറുമ്പോൾ തന്നെ നമുക്കാണെങ്കിൽ ഗെയിമിൻ്റെ തൊട്ട് ഫയലും കാര്യങ്ങളും ലോഡ് ചെയ്യണം. ഫയൽ കാര്യങ്ങൾ ലോഡ് ചെയ്താലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് എങ്ങനെയാണ് ഫയലും കാര്യങ്ങളൊക്കെ ലോഡ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഗെയിമിനകത്ത് കയറിയിട്ടുണ്ട്. ഇങ്ങനെ ഗെയിമിനകത്ത് നിന്നും വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങുവാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ബാക്കി പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്യാവുള്ളൂ. എല്ലാവരും അത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ഫോണും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. ഫോണിനകത്ത് RGS മെനു എന്ന് പറഞ്ഞാൽ എടുത്തപ്പോൾ തന്നെ നമുക്കിങ്ങനെ GTA 5 സിറ്റി കാര്യങ്ങൾ കാണുന്നുണ്ട്. അതിന് മുമ്പായിട്ട് ലോഡ് കാര്യങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ലോഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളാണെങ്കിൽ നമ്മുടെ പുതിയ ഫ്ലൈയിങ് ബൈക്കിൻ്റെ ലിങ്ക് കാര്യങ്ങൾ എവിടെ കിടക്കുന്നത് നിങ്ങൾ നോക്കേണ്ടതാണ്. ഇപ്പോൾ ഫ്ലൈയിങ് ബൈക്കിൻ്റെ പേര് കഴിയുമ്പോൾ നമുക്ക് ഡെവലപ്പർ എന്ന് വെച്ചാൽ ഹോവർ ബൈക്ക് എന്നാണ് നമുക്ക് തന്നേക്കുന്നത്. ആ ഹോവർ ബൈക്ക് എന്നാണ് നമ്മുടെ ഫയലിൻ്റെ പേരും കാര്യങ്ങളും. അപ്പോൾ ഹോവർ ബൈക്കും കാര്യങ്ങളും എവിടെയാണ് കിടക്കുന്നത് നിങ്ങളും തപ്പണ്ടയാണ്. ഹോവർ ബൈക്ക് എന്നാണ് ഇപ്പോൾ കണ്ടിട്ടുണ്ട്. ഹോവർ ബൈക്ക് എന്ന് പറഞ്ഞ ടൈപ്പ് കാര്യങ്ങൾ ഇത് സെലക്റ്റിംഗ് കൊടുത്തിട്ടുണ്ട്. സെലക്ട് കൊടുത്തപ്പോൾ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് ഹോവർ ബൈക്കും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനി നമുക്കാണ് ഈ ഹോവർ ബൈക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ RGS മെനുവിൻ്റെ അത് വന്നിട്ടില്ല. അപ്പം അതും എന്തെങ്ങനെയാണ് വരുന്നതെന്നും കൂടെ ഞാൻ കാണിച്ചു തരുന്നതാണ്. ഹോവർ ബൈക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇതിനകത്ത് കാണാത്ത വേറൊന്നും കൊണ്ടല്ല. ആരും പാനിക്കാറുണ്ട്. നമ്മുടെ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടുന്നതായിരിക്കും. ഞാനപ്പോൾ അതിന് വേണ്ടി ഗെയിമും കാര്യങ്ങളൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്കും നമ്മുടെ ഗെയിമിലേക്ക് ഹോവർ ബൈക്കും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട്. ഹോവർ ബൈക്ക് എന്നാണ് ഇതിൻ്റെ ഒറിജിനൽ പേര്. നമ്മളാണ് ഇതിന് ഫ്ലൈയിങ് ബൈക്ക് എന്ന് പറഞ്ഞ പേരിട്ടത്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഹോവർ ബൈക്ക് .glb എന്നുണ്ട്. അപ്പോൾ ഇനി അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഹോവർ ബൈക്കും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് നമ്മുടെ ഫ്ലൈയിങ് ബൈക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിവിടെ സ്പാം കാര്യങ്ങൾ മൾട്ടിപ്പിളായിട്ട് നമ്മളിവിടെ എടുക്കുന്നുണ്ടോ ഒന്ന് ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ നമുക്ക് ഫ്ലൈയിങ് ബൈക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പം ഇതെല്ലാവർക്കും നിങ്ങളുടെ ഗെയിമിലേക്ക് കിട്ടുന്നുണ്ടോ ഇല്ലെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഫയൽ കാര്യങ്ങളൊക്കെ ലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നവർ എടുക്കേണ്ടതാണ്. ഡൗൺലോഡ് മാക്സിമം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഡൗൺലോഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫയലിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അറിയാമല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അത് ചെയ്യാൻ അറിയാമല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ഡൗൺലോഡ് ആവോ ഇല്ലയോ നോക്കിയാൽ മാത്രം മതി. ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്സ് കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നതാണ്. കുറേ പേരാണ് ഈ ഡൗൺലോഡ് ചെയ്തിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അവരുടെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർ സ്റ്റെപ്സ് നോക്കി കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ അവരുടെ ഫോണിലേക്ക് സപ്പോർട്ട് ആകത്തില്ല. അതുപോലെ തന്നെ ഞാൻ ഒരു പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാവരും ഒരു വട്ടം ശ്രമിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ മൾട്ടിപ്പിൾ ടൈംസ് ആയിട്ട് ആവർത്തിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കത് ബഗ്ഗായിട്ട് നിങ്ങളുടെ ഗെയിമിൽ പിന്നെ അത് സപ്പോർട്ട് ആക്കാതെ പോകും. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു വട്ടം ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഗെയിം ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് റീഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പയ്യെ ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് റീഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഗെയിമും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. അപ്പോൾ സ്റ്റോറേജ് കാര്യങ്ങളും എല്ലാം പോയി പുതിയൊരു ഇതായിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ GTA 5 സിറ്റിക്ക് അത് പുതിയൊരു സിറ്റി കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സിറ്റി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പം ഈ സിറ്റി കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കൊണ്ടുവന്നത് GTA 5 സിറ്റിക്ക് അകത്ത് തന്നെയാണ് കൊണ്ടുവന്നത്. അപ്പം ഇടയ്ക്ക് ഇട്ടൊക്കെ രീതിയിലാണ് കൊണ്ടുവരുന്നത്. അതിന് വേണ്ടി ആദ്യം നമ്മുടെ പ്ലഗിൻ മോഡ് എടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ പ്ലഗിൻ മോഡിനകത്ത് ചാലഞ്ച് മോഡിനകത്ത് നമുക്ക് കുറച്ച് സിറ്റീസ് കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ സെക്കൻഡ് വൺ ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് കോപ്പി ചെയ്തിട്ടുണ്ട്. കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ബാക്ക് പോയതിന് ശേഷം നമ്മുടെ ഗെയിമും കാര്യങ്ങളൊക്കെ എടുക്കുവാണ്. നമ്മുടെ ഗെയിമും കാര്യങ്ങളും എടുത്തതിന് ശേഷം പ്ലേ കൊടുക്കേണ്ടതാണ്. പ്ലേ കൊടുക്കുമ്പോഴത്തന്നെ നമ്മൾ നേരെയാണെങ്കിൽ നമ്മുടെ ഗെയിമിനകത്തോട്ട് എൻ്റർ ആവുന്നതായിരിക്കും. എൻ്റർ ആയതിന് ശേഷം നമുക്ക് പ്രത്യേക ഒരു പരിപാടി കാര്യങ്ങളുണ്ട്. അപ്പം എൻ്റർ ആയതിന് ശേഷം നമ്മുടെ ഇൻ്റർനെറ്റ് ഓപ്ഷൻ കാര്യങ്ങൾ എടുക്കേണ്ടതാണ്. അപ്പോൾ ഇൻ്റർനെറ്റ് ഓപ്ഷനിൽ എടുക്കുമ്പോൾ പേസ്റ്റും കാര്യങ്ങളും കാണാം. പേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നെറ്റും കാര്യങ്ങളും ഓൺ ചെയ്യേണ്ടതാണ്.
അപ്പം നിങ്ങൾ നെറ്റ് കാര്യങ്ങൾ ഓൺ ചെയ്ത് ഒരു 5-10 സെക്കൻഡ് വെയിറ്റ് ചെയ്യേണ്ടതാണ്. അതിന് ശേഷം മാത്രം നിങ്ങൾ പേസ്റ്റ് കൊടുക്കാവുള്ളൂ. മാക്സിമം വീട്ടിൻ്റെ പുറത്തിറങ്ങിയിട്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യാവുള്ളൂ. വീടിൻ്റെ അകത്തിരുന്നുകൊണ്ട് ഒരു പരിപാടിയും ചെയ്യരുത്, ചിലപ്പോൾ അത് വർക്കാവാതെ പോകും. അതുകൊണ്ടാണ് നിങ്ങളോട് എല്ലാവരോടും പറയുന്നത് വീടിൻ്റെ പുറത്തിറങ്ങി ചെയ്യാൻ പറയുന്നത്. അപ്പോൾ എന്തായാലും വീട്ടിൽ പുറത്തിറങ്ങിയാനോട് പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ കാണിക്കുന്നുണ്ട്. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഫയലും കാര്യങ്ങളൊക്കെ ലോഡഡ് ആയിട്ടുണ്ട്. ഇനി ഗെയിം ഒന്ന് ഞാൻ റീസ്റ്റാർട്ട് ചെയ്യുവാണ്. ഗെയിം റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പ്ലേയും കാര്യങ്ങളൊക്കെ കൊടുക്കുവാണ്. അപ്പോൾ ഞാൻ നെറ്റും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ചാലഞ്ച് മോഡ് എടുത്തതിന് ശേഷം നമുക്ക് അവിടെ ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. സിറ്റി V1 എന്ന് പറഞ്ഞ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ സിറ്റി V1 ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ചാലഞ്ച് മോഡിൻ്റെ അകത്ത് നിന്ന് കയറി സിറ്റി V1 ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ വരുന്നതായിരിക്കും. ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചാൽ നമുക്കാണെങ്കിൽ നേരെ നമ്മുടെ GTA 5 സിറ്റി കാര്യങ്ങൾ എടുക്കേണ്ടതാണ്. അപ്പോൾ ഇതിപ്പോൾ ഓൾറെഡി നമ്മുടെ സിറ്റിക്കകത്തൊരു സാധനം വന്ന് ഇനി നമ്മൾ GTA 5 സിറ്റി ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നേരെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ സിറ്റിയും ഈ സിറ്റിയും കൂടെ കമ്പയർ ആവുന്നതായിരിക്കും. അത് കൊളാബറേഷൻ പോലെ ആവട്ടെ നമുക്ക് ഇതിനകത്ത് കയറുമ്പോൾ കാണാൻ പറ്റുന്നത്. അപ്പം അതും എല്ലാം സ്റ്റിൽ വർക്കിംഗ് ഒക്കെയാണ്. അപ്പം നിങ്ങൾക്കത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ ചാലഞ്ച് മോഡിൽ നിന്ന് ആ സിറ്റി കാര്യങ്ങൾ എടുക്കണം. ചാലഞ്ച് മോഡിൻ്റെ അകത്തുള്ള സിറ്റി കാര്യങ്ങൾ നിങ്ങൾ സ്പോൺ ചെയ്യണം. നിങ്ങളുടെ ഗെയിമിലേക്ക് സ്പോൺ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളുടെ അതിൻ്റെ അകത്ത് GTA 5 സിറ്റി കാര്യങ്ങൾ എടുക്കാവുള്ളൂ, എന്നാലേ കിട്ടത്തുള്ളൂ. അപ്പോൾ അത് കുറേ പേർക്ക് വർക്കാവത്തില്ല. എന്തായാലും ഭൂരിഭാഗം പേർക്ക് കിട്ടുന്നില്ല എന്ന് ഇപ്പോഴും പറയുന്നുണ്ട്. കുറേ പേർക്ക് കിട്ടുന്നുണ്ടെന്ന് പറയുന്നത്, കുറേ പേർക്ക് കിട്ടുന്നില്ലെന്ന് പറയുന്നത്. അപ്പോൾ കിട്ടുന്നവർ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. കിട്ടിയവരൊന്ന് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. കിട്ടാത്തവരാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് എങ്ങനെയാണ് ആഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വർക്കാവില്ലെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെക്ക് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഇത് വർക്കാവുകയാണെങ്കിൽ നമുക്ക് കുറേ എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് GTA 5 സിറ്റിക്ക് തന്നെ നമുക്ക് തന്നെ ഓണായിട്ട് കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കാര്യങ്ങളൊക്കെ നോക്കേണ്ടതാണ്. അതുപോലെ തന്നെ കുറേ പേര് എന്നോട് മോഡ് സ്ലോട്ട് കാര്യങ്ങളൊന്നും ഇടാമോ എന്ന് ഒരാൾ എന്നോട് തുടർച്ചയായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. മോഡ് സ്ലോട്ട് കാര്യങ്ങൾ എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് പ്രീവിയസ് വീഡിയോയിൽ ഞാൻ ഇഷ്ടംപോലെ ഇട്ടിട്ടുണ്ടായിരുന്നു മോഡ് സ്ലോട്ടിൻ്റെ കാര്യങ്ങളൊക്കെ. നിങ്ങൾ പ്ലേ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ കാര്യമാണ് പറ്റും. ആ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ മോഡ് സ്ലോട്ടും കാര്യങ്ങളുണ്ട്. മോഡ് സ്ലോട്ടിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ ഓപ്ഷൻ കാര്യങ്ങളുണ്ട്, പേര് കൊടുക്കാനും അതുപോലെ തന്നെ താഴെ ഹൈ ക്വാളിറ്റി, ഷാഡോ ക്വാളിറ്റി എന്നൊക്കെ ഉള്ള ക്വാളിറ്റി കാര്യങ്ങൾ കൊടുക്കാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബഗ്ഗി കാർ കാര്യങ്ങളൊക്കെ ആഡ് ആകുന്നില്ലെന്ന് കുറേ പേര് കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. അപ്പോൾ അവരെങ്ങനെയാണ് ആഡ് ചെയ്യുന്നതിൻ്റെ മെത്തേഡ് കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. ലിങ്ക് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ബഗ്ഗിയുടെ. അവിടെ നിങ്ങൾക്ക് ലിങ്കും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് നേരെ ഇങ്ങനത്തെ ഒരു ഓപ്ഷനിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ ലിങ്കും കാര്യങ്ങളൊക്കെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. പേസ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. നിങ്ങൾക്ക് അപ്പോൾ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേക്കാണ് ഇവിടെ ഡൗൺലോഡും കാര്യങ്ങളൊക്കെ ആവുന്നതായിരിക്കും. ഞാൻ ഡൗൺലോഡും കാര്യങ്ങളുടെ ഓപ്ഷനിൽ ചെല്ലുമ്പോൾ തന്നെ buggy.glb എന്ന് പറഞ്ഞ ഓപ്ഷൻ കാര്യങ്ങൾ എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഒട്ടും വൈകാതെ നമുക്ക് നേരെ ഗെയിമിലേക്ക് പോകാവുന്നതാണ്. ഗെയിമിൻ്റെ അകത്ത് കയറിയതിന് ശേഷമാണ് ബാക്കി പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ നെറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഓഫ് ചെയ്യുന്നുണ്ട്. നെറ്റും കാര്യങ്ങൾ ഓഫ് ചെയ്തില്ലെങ്കിൽ പിന്നെ ആഡ് കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നെറ്റും കാര്യങ്ങൾ ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ നേരെ പ്ലേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പ്ലേ കൊടുത്തതിന് ശേഷം നമ്മുടെ ഗെയിമിൻ്റെ അകത്തോട്ട് കയറുന്നതായിരിക്കും. ഗെയിമിൻ്റെ അകത്ത് കയറിയതിന് ശേഷം നമ്മുടെ വീടിൻ്റെ അകത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പുറത്തോട്ടിറങ്ങേണ്ടതാണ്. പുറത്തോട്ടിറങ്ങിയതിന് ശേഷം ഫോണും കാര്യങ്ങൾ എടുത്തതിന് ശേഷം RGS മെനു കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതാണ്. RGS മെനു ഓപ്ഷൻ കാര്യങ്ങളൊക്കെ എടുക്കണം. എന്നിട്ട് RGS മെനുവിൻ്റെ അകത്ത് ലോഡ് കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ലോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നേരെ അതിൻ്റെ അകത്തോട്ട് പോകുന്നതായിരിക്കും. ഫയലിനകത്ത് നമ്മൾ എവിടെയാണ് ബഗ്ഗി കാര്യങ്ങൾ കിടക്കുന്നത് വെച്ചാൽ അവിടെ പോകേണ്ടതാണ്. ആ ഫയലിൽ നിന്ന് എടുത്തോട്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൻ്റെ അകത്ത് തന്നെയാണ് ബഗ്ഗി കാര്യങ്ങൾ കിടക്കുന്നത്. അതുകൊണ്ട് ഞാൻ നേരെ ഫോണിൻ്റെ അകത്തോട്ട് താഴോട്ട് പോകുന്നുണ്ട് ബഗ്ഗി കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ബഗ്ഗി കാര്യങ്ങളൊക്കെ. അപ്പോൾ ബഗ്ഗി ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. സെലക്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ആയിട്ടുണ്ട്. ബഗ്ഗി കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ബഗ്ഗി കാര്യങ്ങളൊക്കെ നമുക്കിവിടെ എഴുതി കാണിക്കണമെങ്കിൽ നമ്മുടെ ഈ RGS മെനുവിൽ എഴുതി കാണിക്കണമെങ്കിൽ ഗെയിം ഒന്ന് ജസ്റ്റ് റീസ്റ്റാർട്ട് ചെയ്താൽ മതി. ഞാനിവിടെ ഗെയിമും കാര്യങ്ങളൊക്കെ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഫോൺ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കും. ഫോൺ എടുത്ത് RGS മെനു എടുക്കുമ്പോഴത്തേക്ക് നമുക്കവിടെ ബഗ്ഗി കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ബഗ്ഗി വന്ന് GTA 5 സിറ്റി വന്ന് ഹോവർ ബൈക്ക് വന്ന്. അപ്പോൾ ഇത്ര ഐറ്റംസ് കാര്യങ്ങളോടെ നിങ്ങൾ എന്നോട് ചോദിച്ച് വെച്ചിട്ട് ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് ഒരു ഈ ഐറ്റംസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇല്ലെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ ഗെയിമിലേക്ക് നോക്കേണ്ടതാണ്. നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. കിട്ടിയെന്ന് പറഞ്ഞ കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. കിട്ടാത്തവർ എന്താണ് റീസൺ കൂടെ പറയുന്നതാണ്. ഞാനിപ്പം എല്ലാം എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതിൻ്റെ എല്ലാം വ്യക്തമായിട്ട് ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതൊക്കെ എടുത്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആടെ കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത്ര ഐറ്റംസ് കാര്യങ്ങളും ഇപ്പോൾ ഗെയിമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എത്ര പേർക്ക് ഏത് ഐറ്റംസ് കാര്യങ്ങളോ കൂടുതൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ആടെ കമൻറ്റ് ചെയ്യണം. GTA 5 ആണോ ഇഷ്ടപ്പെട്ടത്, ഫ്ലൈയിങ് ബൈക്കാണോ, ബഗ്ഗിയാണോ, അതോ വേറെ ഏതെങ്കിലും ഐറ്റംസ് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ആടെ കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. കമൻറ്റ് അനുസരിച്ച് നമുക്ക് നോക്കാവുന്നതാണ് ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന്. അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന
പോകുന്ന അപ്ഡേറ്റ്സിലേക്ക് എന്തെങ്കിലും ഐറ്റംസ് ഇങ്ങനെ കൊണ്ടുവരാനുണ്ടെങ്കിൽ അതുകൊണ്ട് കമൻറ്റ്സ് ഇങ്ങനെയാണ് ചെയ്യേണ്ടതാണ്. കമൻറ്റ്സ് അനുസരിച്ച് നമുക്കത് കൊണ്ടുവരാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ എന്തായാലും അതിനെ പറ്റിയുള്ള ലീക്സ് ഇങ്ങനെയൊക്കെ ഇടുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് സർപ്രൈസ് ആയിട്ട് നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. ഫ്ലൈയിങ് ബൈക്ക് നമ്മൾ നേരത്തെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷേ നമുക്ക് കുറേ വർക്കും കാര്യങ്ങളൊക്കെ പെൻഡിങ് ആയതുകൊണ്ട് നമുക്കത് പറ്റിയിട്ടില്ലായിരുന്നു. എന്നാൽ പക്ഷേ ഈ പ്രാവശ്യം നമ്മളത് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്കത് എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ഫ്ലൈയിങ് ബൈക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അത് ഫ്ലൈയിങ് ബൈക്കും കാര്യങ്ങൾ നമ്മുടെ GTA 5 സപ്പോർട്ട് ആവുന്നതാണ്. അപ്പോൾ GTA 5 കിട്ടാൻ വേണ്ടിയിട്ട് GTA 5 എടുത്തതിന് ശേഷം നമ്മുടെ RGS മെനു എടുക്കുമ്പോൾ തന്നെ നമ്മുടെ അവിടെ ഹോവർ ബൈക്കും കാര്യങ്ങളും കാണുന്നതായിരിക്കും. അത് ക്ലിക്ക് ചെയ്താൽ ഹോവർ ബൈക്കും കാര്യങ്ങളൊക്കെ അതിൻ്റെ അത് ആഡ് ആകുന്നതായിരിക്കും. അപ്പോൾ അതും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഹോവർ ബൈക്കും കാര്യങ്ങളൊക്കെ GTA 5 സപ്പോർട്ട് ആകുന്നത്. അപ്പോൾ GTA 5 നിങ്ങൾക്ക് നടന്ന് എക്സ്പ്ലോർ ചെയ്യണോ, കാർ എക്സ്പ്ലോർ ചെയ്യണോ ഒന്നുമില്ല, ഡ്രോണും എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ ഫ്ലൈയിങ് ബൈക്ക് എടുക്കുക, കടന്ന് എക്സ്പ്ലോർ ചെയ്യുക. കിടിലനാണ്. എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. കിടിലനായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും മാക്സിമം ഇത് എടുത്ത് എൻജോയ് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ അതുപോലെ തന്നെ കമൻറ്റ്സ്